നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരല്ല. നമ്മളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ നോമ്പ് നോക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവം നന്നാക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ പള്ളികളും അതുപോലെ തന്നെ ഖുർആൻ ക്ലാസ് ഇതൊക്കെ വെക്കുന്നത് എന്തിനാ? അള്ളാഹിൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഉമ്മാനെ നോക്കുന്നതും വാപ്പാനെ നോക്കുന്നതും നല്ല നിലക്ക് ജീവിക്കണതൊക്കെ അള്ളാഹിൻ്റെ സ്വർഗം നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ ഈ സ്വർഗത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തറിയിച്ചിട്ടാ, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ആ സ്വർഗം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലെ 2 അവയവങ്ങൾ നല്ലോണം സൂക്ഷിക്കണം എന്നുള്ളതാണ്. നല്ലോണം സൂക്ഷിക്കണം. അതാണ് റസൂൽ ഒരിക്കലും പറയുന്നുണ്ട്, തൻ്റെ 2 താടിയെല്ലുകൾക്കിടയിലുള്ള അവയവത്തെയും, അഥവാ 2 താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം എന്ന് പറയുമ്പോൾ എന്താണ്? നാവിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ 2 കാലുകൾക്കിടയിലുള്ളതിനെയും, അഥവാ ഗുഹ്യസ്ഥാനം, ഈ ഗുഹ്യസ്ഥാനത്തെയും സൂക്ഷിച്ചു കൊള്ളാമെന്ന്, അഥവാ ഹറാമായ നിലക്ക് 2 അവയവങ്ങളെയും ഉപയോഗിക്കില്ല എന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ, നബി എന്നിട്ട് പറയണേ, അവന് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ നാക്ക് കൊണ്ട് അനാവശ്യ വർത്തമാനങ്ങൾ പറയരുത്. നമ്മൾ ആരാൻ്റെ ഇറച്ചി തിന്നാൻ നിൽക്കരുത്, കുറ്റങ്ങളും കുറവുകളും നമ്മൾ പറയാൻ നിൽക്കരുത്. ഏഷണിക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ. ഏഷണിക്കാരെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ കഴിയുന്ന 2 സഹോദരന്മാർ. ആ സഹോദരന്മാർക്കിടയിൽ ഒരു മനുഷ്യൻ വരും. എന്നിട്ട് അയാൾ എന്താ ചെയ്യുക? എന്നിട്ട് ഈ സഹോദരൻ്റെ കുറ്റം മറ്റേ സഹോദരനോടും പറയും, മറ്റേ സഹോദരൻ്റെ അടുത്ത് ഈ സഹോദരൻ്റെ അടുത്തും പറയും. അത്രയും കാലം സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ആ സഹോദരന്മാർക്കിടയിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇവർ കുത്തിക്കയറ്റി വെക്കും. അവസാനം ഈ സ്നേഹത്തിൽ കഴിഞ്ഞ ആളുകൾ പിന്നീട് വലിയ ശത്രുക്കളായി മാറിയിട്ടുണ്ടാകും. ഇത്തരത്തിൽ മനുഷ്യന്മാരെ ശത്രുക്കളാക്കുന്ന ആളുകളുണ്ടല്ലോ, ഏഷണിക്കാർ. അവരെക്കുറിച്ച് നബി എന്താണ് പറഞ്ഞത്? ഇത്തരത്തിൽ ഏഷണി പരത്തുന്ന, പരസ്പരം മനുഷ്യന്മാർക്കിടയിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാകുന്ന ആളുകൾ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പോവില്ല എന്നുള്ളതാ. നമ്മൾ എത്ര സുജൂദ് ചെയ്തിട്ടും എത്ര നോമ്പ് നോറ്റിട്ടും ഒരു കാര്യമില്ല. മനുഷ്യന്മാരെ തെറ്റിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അവൻ്റെ വീട് നരകത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നാക്ക് നല്ലോണം സൂക്ഷിക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗുഹ്യസ്ഥാനവും അത് നല്ലോണം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ 2 അനുഗ്രഹങ്ങളാണ് ഈ പറയപ്പെട്ട നാവും ഗുഹ്യസ്ഥാനവും. ഇത് അള്ളാഹു പറഞ്ഞതുപോലെ അല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ 2 അവയവവും നമ്മൾ അള്ളാഹു പറഞ്ഞതിന് വിപരീതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് നരകം കിട്ടുമെന്ന് മാത്രമല്ല, ദുനിയാവിൽ നമ്മൾ പലയിടത്തും ഖേദിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.